നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ശക്തമായി മുറുകിയതോടെ പശ്ചിമേഷ്യ വീണ്ടും കനത്ത യുദ്ധത്തിലേക്ക് നീങ്ങുകയും മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയുമാണ്. അമേരിക്കൻ സൈന്യം ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ താവളങ്ങൾക്ക് നേരെ പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇതിനിടെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇറാനും പ്രത്യാക്രമണ ഭീഷണികൾ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ ആഗോള എണ്ണ വിപണിയെയും ബാധിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ലോക സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ സ്വാധീനിക്കും എന്നറിയാതെ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ആശങ്കയോടെയാണ് മേഖലയിലേക്ക് ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ GCC രാജ്യങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള രാജ്യമായ സൗദിയുടെ നിലപാടുകളാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതുവരെ പരോക്ഷമായി മാത്രം ഇടപെട്ടിരുന്ന സൗദി അറേബ്യ ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സി സായുധ സംഘങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ അമേരിക്കയോടൊപ്പം പരസ്യമായി പങ്കുചേർന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് വെറും ഒരു സൈനിക നീക്കം മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവ വികാസമായാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരും ഇറാഖിലെ ഷിയ മിലീഷ്യകളും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്ക ശക്തമായ തിരിച്ചടി ആരംഭിച്ചത്. ഈ സൈനിക നടപടികളിൽ സൗദി അറേബ്യയും പങ്കാളി ആണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ മേഖലയിൽ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നുവെന്ന ആശങ്ക കുത്തനെ ഉയർന്നിരിക്കുകയാണ്. സൗദി കൈക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനം അതീവ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ തോതിലുള്ള നയതന്ത്ര പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിലും ഇറാന്റെ പിന്തുണയോടെ യമനിൽ തീവ്രവാദം ശക്തമാക്കുന്ന ഹൂത്തികളുടെ ആക്രമണങ്ങൾ വീണ്ടും സൗദിയുടെ സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആകില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് റിയാദ് എത്തിച്ചേരുകയും കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചെങ്കടലിലൂടെയുള്ള വ്യാപാര പാതകൾക്കും എണ്ണക്കപ്പലുകൾക്കും നേരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചതോടെ സൗദി സ്വന്തം ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് അമേരിക്കയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് എന്ന് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ കൂടിക്കാഴ്ചകളും വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം, ഇറാന്റെ സ്വാധീനം, ഹൂത്തി ആക്രമണങ്ങൾ, ഭാവിയിലെ സൈനിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സൗദി യുദ്ധം അനന്തമായി നീളാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സാഹചര്യം നിയന്ത്രണ വിധേയമാക്കി വീണ്ടും നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കണമെന്ന നിലപാടും അമേരിക്കയെ അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും ചർച്ചകൾ ആരംഭിക്കാൻ പുതിയ അഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ ചർച്ചാമേശയിലേക്ക് മടങ്ങാൻ തയ്യാറാകുകയാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ടെഹ്റാൻ അത് നിഷേധിക്കുന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് കൂടുതൽ രൂക്ഷമാവുകയാണ്. അതിനിടയിൽ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണ ശ്രമവും തുടർന്ന് അമേരിക്ക നടത്തിയ തിരിച്ചടിയും വീണ്ടും സ്ഥിതിഗതികളെ വഷളാക്കിയിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം ഇത് അമേരിക്കയും ഇറാനും മാത്രം തമ്മിലുള്ള യുദ്ധമല്ല എന്നതാണ്. ഇറാഖ്, യമൻ, സിറിയ, ലെബനൻ, ഇസ്രായേൽ, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും വിവിധ തലങ്ങളിൽ ഈ പ്രതിസന്ധിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്.
ഇറാനെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാടുകൾ എടുക്കുകയും അമേരിക്ക വെടിനിർത്തലിന് തയ്യാറെടുക്കുമ്പോൾ പോലും അതിന് തയ്യാറാകാതെ നിൽക്കുകയും ചെയ്യുന്ന ഇസ്രായേലും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയുടെ ശ്രദ്ധ ഇപ്പോൾ എണ്ണവിലയിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും കൂടുതലാണ് എന്നും യുദ്ധം പരിമിതപ്പെടുത്താൻ ട്രംപ് ശ്രമിക്കുകയാണ് എന്ന ആശങ്ക ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങളിൽ ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അമേരിക്കയുടെ മറ്റൊരു വലിയ വെല്ലുവിളി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഖരം കുറയുന്നതാണ്. പാട്രിയറ്റ്, താഡ് തുടങ്ങിയ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വൻതോതിൽ ഉപയോഗിച്ചതോടെ ദീർഘകാല യുദ്ധം തുടരുകയാണ് എങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് വിദഗ്ധർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും പ്രത്യാഘാതങ്ങൾ രൂക്ഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം സൃഷ്ടിക്കുകയാണ്. എണ്ണ ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ധനവില, ഗതാഗത ചെലവ്, വിലക്കയറ്റം എന്നിവയെല്ലാം ഇതിലൂടെ ബാധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന കാര്യം. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം അമേരിക്ക ഇറാൻ ബന്ധം നിരന്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. 2015 ആണവ കരാർ ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും 2018 അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയതോടെ ബന്ധം വീണ്ടും മോശമായി. തുടർന്ന് ഉപരോധങ്ങൾ, സൈനിക നടപടികൾ, ജനറൽ ഖാസിം സുലൈമാനിയുടെ വധം തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ വഷളാക്കുകയായിരുന്നു. ഇപ്പോൾ സൗദിയുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഈ സംഘർഷത്തിന് പുതിയ മാനങ്ങളാണ് നൽകുന്നത്. ഭാവിയിൽ ഹൂത്തികൾ, ഇറാഖിലെ മിലീഷ്യകൾ അല്ലെങ്കിൽ മറ്റ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ സൗദിക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ അതിന് അമേരിക്കയും സൗദിയും ചേർന്ന് കൂടുതൽ ശക്തമായ സൈനിക മറുപടി നൽകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് ഒരു പ്രാദേശിക സംഘർഷമായി മാത്രം തുടരുമോ, അതോ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ യുദ്ധത്തിലേക്ക് മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ വിലയിരുത്തുമ്പോൾ അമേരിക്ക ഇറാൻ സംഘർഷം കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. സൗദി അറേബ്യയുടെ സജീവ പങ്കാളിത്തം ഈ പ്രതിസന്ധിയെ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അക്കാര്യം ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലാണ് അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ തീപ്പൊരി ഈജിപ്തിലേക്കും പടരുന്ന വിധത്തിൽ ഡാമിയേട്ട തുറമുഖ ആക്രമണവും സൂയസ് കനാലും പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സംഭവം വെറുമൊരു തുറമുഖ ആക്രമണമല്ല, മറിച്ച് ഈജിപ്തിന്റെ ഊർജ്ജ സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ ബാധിക്കാവുന്ന സംഭവമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ സങ്കീർണമാകുമ്പോൾ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഈജിപ്ത് മാറുകയാണ്. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയല്ല എങ്കിലും ഭൗമശാസ്ത്രപരമായ സ്ഥാനവും ഊർജ വ്യാപാര കേന്ദ്രമെന്ന നിലയുമാണ് ഈജിപ്തിനെ വലിയ സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ സൂയസ് കനാൽ ഈജിപ്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായതിനാലും യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലെ ആയിരക്കണക്കിന് കപ്പലുകൾ ഓരോ വർഷവും ഈ കനാൽ വഴി സഞ്ചരിക്കുന്നതിനാലും ഈ ഗതാഗതത്തിൽ നിന്നുള്ള വരുമാനമാണ് രാജ്യത്തിന്റെ പ്രധാന വിദേശ നാണയ സ്രോതസ്സുകളിൽ ഒന്ന് എന്ന കാര്യം ഈജിപ്തിനെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ്. എന്നാൽ ചെങ്കടലിൽ ഹൂത്തി ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും വർദ്ധിച്ചതോടെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സൂയസ് കനാൽ ഒഴിവാക്കി ആഫ്രിക്ക ചുറ്റിയുള്ള ദൈർഘ്യമേറിയ കടൽപാത തിരഞ്ഞെടുക്കുകയാണ്. ഇതിന്റെ ഫലമായി കഴിഞ്ഞ വർഷങ്ങളിൽ ഈജിപ്തിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ വരുമാന നഷ്ടം നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഡാമിയോട്ടയിലെ ആക്രമണവും ഈ ആശങ്കകൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഈജിപ്തിലെ പ്രധാന തുറമുഖങ്ങളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതമാണോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര ഊർജ വിപണിയും കപ്പൽ ഗതാഗത മേഖലയുമെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു വെല്ലുവിളിയും ഈജിപ്തിനെ കാത്തിരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. അത് ഇതിനകം തന്നെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ഉയർന്ന പണപ്പെരുപ്പം, വർദ്ധിച്ച ഊർജ ഇറക്കുമതി ചെലവ്, വിദേശ വായ്പകളിലുള്ള ആശ്രയം, IMF പരിഷ്കാര വ്യവസ്ഥകൾ എന്നിവ സർക്കാർ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇറാൻ സംഘർഷം വ്യാപാര പാതകളെയും ഊർജ വിതരണത്തെയും ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് ഈ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പൂർണ്ണമായി ചായാതെ സൂക്ഷ്മമായ നയതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്ക, സൗദി അറേബ്യ, UAE തുടങ്ങിയ സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ കെയ്റോ പരിശ്രമിക്കുന്നു. മറുവശത്ത് ഇറാനുമായുള്ള ആശയവിനിമയ മാർഗങ്ങളും പൂർണ്ണമായി അടയ്ക്കുന്നുമില്ല. സംഘർഷം കുറയ്ക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഈജിപ്ത് പിന്തുണയ്ക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതൊരു ബാലൻസിംഗ് ആക്ട് ആണ് എന്നാണ്. കാരണം ഈജിപ്തിന്റെ ഏറ്റവും വലിയ മുൻഗണന യുദ്ധത്തിൽ വിജയിക്കുന്ന പക്ഷത്തെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയാണ്.
ഡാമിയേട്ടയിലെ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമായി അവസാനിക്കുമോ, അതോ ഈജിപ്തിലെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ആക്രമണ ഭീഷണിയിലാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇനി അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. അതിൻ്റെ സാമ്പത്തികവും സുരക്ഷാപരവുമായ ആഘാതങ്ങൾ മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആക്രമണവും ഗ്യാസ് വിതരണത്തിന് മേലുള്ള സമ്മർദ്ദം മാത്രമല്ല, സൂയസ് കനാലിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനും വിദേശ നിക്ഷേപത്തിലും ടൂറിസത്തിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് മേലുള്ള പുതിയ വെല്ലുവിളി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ത് ഈ ആക്രമണത്തെ, എവിടെ നിന്നാണ് ഈ ആക്രമണം വന്നത് എന്ന് തങ്ങൾക്ക് അറിയാം, പക്ഷേ തങ്ങളെ കൊണ്ട് കൂടുതൽ പ്രതികരിപ്പിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ യഥാർത്ഥ ചെലവ് യുദ്ധഭൂമിയിൽ മാത്രമല്ല, സമാധാനവും വ്യാപാരവും ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലുമാണ് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത്. ഈജിപ്ത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്. ഇതിനിടയിൽ പോളണ്ടിനെതിരെ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത യൂറോപ്പിൽ നിന്ന് പുറത്തു വന്നു. റഷ്യയുടെ ആ നീക്കത്തിന് പലതരത്തിലുള്ള മാനങ്ങളുമുണ്ട് എന്ന വിലയിരുത്തലുകൾ നടക്കുമ്പോഴും ഇറാനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് റഷ്യയുടെ മുഖ്യ എതിരാളികളായ ഉക്രൈൻ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ഇടപെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഉക്രൈനെ തിരിച്ചടിക്കാൻ ഇറാൻ രംഗത്തിറങ്ങിയെങ്കിലും അത് ചില നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇല്ലാതാക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ചില നീക്കങ്ങളാണ് ഉക്രൈനെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ യുദ്ധം ഏത് തലത്തിലേക്ക് പോകും എന്ന കാര്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ അഭിലാഷ് ജി രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് യുദ്ധങ്ങൾ രണ്ട് സ്റ്റേജസ് അല്ലെങ്കിൽ രണ്ട് തിയേറ്റേഴ്സിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടിനും ഒരു കൺവേർജൻസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സംഗമസ്ഥാനം ഉണ്ടാവുക, ഇത് തമ്മിൽ മിക്സ് ആവുക അല്ലെങ്കിൽ ഒരു ബ്ലെൻഡ് ആവുക എന്ന് പറയുന്ന സാധ്യത സ്ട്രാറ്റജിക്കലി ഇമ്പോസിബിൾ ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു യുദ്ധത്തിനെ ലോജിസ്റ്റിക് കൺട്രോൾ അല്ലെങ്കിൽ സപ്പോർട്ട് മെക്കാനിസംസ് വഴി ഏത് രാജ്യത്തിനായാലും പിന്തുണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ് ചൈന, ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ പറ്റിയിട്ട് പലപ്പോഴും നമ്മൾ സംസാരിക്കാറില്ല. അപ്പം ചൈന ഇന്റലിജൻസ് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജസ് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്, കൺട്രോൾ സിസ്റ്റംസ് കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ബാക്ക് ഹാൻഡിൽ നിന്നിട്ട് യുഎസിനെതിരെ അമേരിക്കക്കെതിരെ ഒരു പ്രോക്സി വാർ നയിക്കുന്ന രീതിയിൽ ചൈന ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യൂറോപ്യൻ വാർ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ സ്റ്റാൻഡ് ഓഫ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും നോക്കുക, ഇപ്പം ഇറാഖും യുഎസും തമ്മിലുള്ള സ്റ്റാൻഡ് ഓഫിലും ഏകദേശം സമാനമായിട്ടുള്ള സ്വഭാവമുള്ളത്. രണ്ടിലും നടക്കുന്ന പ്രൊലോങ്ഡ് ആയിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്നു, സ്കാറ്റേർഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്ന ചർച്ചകളൊന്നും തന്നെ മുന്നോട്ട് പോകുന്നുമില്ല. അതായത് സ്റ്റോക്ക് പൈലിംഗ് ഡിപ്ലീഷൻ മാത്രം അവിടെ നടക്കുന്നത്, അല്ലാതെ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് യൂറോപ്പ് ഈ ഒരു യുദ്ധത്തിനകത്തേക്ക് വരാനായിരുന്നെങ്കിൽ അവർ അതിന് മുമ്പേ വരണമായിരുന്നു. പക്ഷേ അമേരിക്ക ആവശ്യപ്പെട്ടപ്പോഴും നാറ്റോ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരു തരത്തിലും ഈ പറഞ്ഞ യുദ്ധത്തിന് പിന്തുണ കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത്, ഇറാനുമായിട്ടുള്ള യുദ്ധം കേവലം ഒരു ജിയോഗ്രാഫിക്കൽ ഒരു കണ്ടിൻജന്റിൽ മാത്രം നിൽക്കുന്നതല്ല. പകരം IRGC എന്ന് പറയുന്ന GCC രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ഒരു തെമ്മാടി ന്യൂക്ലിയർ രാഷ്ട്രം നമ്മൾ വിളിക്കുമല്ലോ, റോഗ് ന്യൂക്ലിയർ നേഷൻ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ പരിപൂർണമായിട്ട് തകർക്കുക, അല്ലാത്ത പക്ഷം അതിന്റെ കേപ്പബിലിറ്റീസ് ഡിസ്മാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ലോക സമാധാനത്തിനും ഗ്ലോബൽ കൊമേഴ്സിനും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ പാർട്ട്നേഴ്സിന് വരാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ മാത്രം യുദ്ധമായി ചുരുങ്ങുകയാണ്. ഇത് കേവലം അമേരിക്കയുടെ യുദ്ധമല്ല, പകരം ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ കൊമേഴ്സിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് ഒന്നുകിൽ പരിണമിക്കണം. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ നമ്മൾ പറയുമല്ലോ, ഈ കനൽ കത്തുന്ന പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കാരണം ഹോർമസ് എന്ന് പറയുന്ന ഒരു ചോക്ക് പോയിന്റിൽ വെച്ചിട്ട് ഗ്ലോബൽ കൊമേഴ്സ് വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ ഇനിയും ഇത് പ്രൊലോങ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൂത്തികളും അതുപോലെ തന്നെ മറ്റുള്ള ചില പ്രോക്സി ഏജന്റുകളും ഒക്കെ തന്നെ ആക്ടിവേറ്റഡ് ആവും. അതോടുകൂടി GCC രാഷ്ട്രങ്ങളുടെ സെക്യൂരിറ്റിയും കൂടുതൽ റിസ്കിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം കൂടി പറയേണ്ടത്, കുവൈറ്റിന് നേരെ നടന്ന ആക്രമണം ഒരു ചൈനീസ് കമ്പനിക്ക് നേരെ ഉണ്ടായ ആക്രമണമാണിത്. അത് മിസൈൽ, ഈ പറഞ്ഞ പോലെ ബാലിസ്റ്റിക് മിസൈലിന്റെയൊക്കെ വലിയൊരു സംഭരണ ശേഷി ഇറാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരിത് പറയില്ല. ഇറാന്റെ ഒരു സ്വഭാവം അനുസരിച്ച്
അവർ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലെ റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം സോഷ്യൽ മീഡിയ നെറേറ്റീവിനകത്താണ് ഇത് നിലനിൽക്കുന്നത് തന്നെ. സോ ഇതാണ് എന്റെ ഒരു ബേസിക് അസസ്മെന്റ് ഫോർ ദ ബിഗിനിങ് ഓഫ് ദ ഡിസ്കഷൻ. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ചൈനയുടെ ശതകോടികൾ മതിക്കുന്ന ആയുധ ശേഖരങ്ങൾ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ആയുധങ്ങളുമായി പോയ കപ്പലിനെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന് ഉക്രൈനും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് പരിശോധിച്ചാൽ യൂറോപ്പിൽ നടക്കുന്ന യുദ്ധവും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധവും സംയോജിച്ച് സങ്കീർണമായ തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനായ ജോസ് കുമ്പളവേലി പറഞ്ഞത് ഇങ്ങനെയാണ്. റഷ്യ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ ചൈന ലോകസമക്ഷം എന്തെങ്കിലും കാര്യത്തില് ഒരു വെളിപ്പെടുത്തല് അല്ലെങ്കിൽ ഒരു സത്യം അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അസത്യം, അത് ഇപ്പം ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെ ഇറാന്റെ താല്പര്യത്തിന് അവരുടെ സുരക്ഷയ്ക്കായിട്ട് ചൈന നിൽക്കുന്നു. ഇതുപോലെ തന്നെയാണ് റഷ്യയുടെ ഭാഗത്തും ചൈന നിൽക്കുന്നത്. ഇപ്പം യൂറോപ്പിലെ കഥ എടുക്കുമ്പോൾ ഉക്രൈനിലേക്ക് ഈ വിടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രോണുകളൊക്കെ തന്നെ ചൈനയുടേതായിരിക്കാം. കാരണം ഏറ്റവും പുതിയ സാധനങ്ങൾ അവരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ. റഷ്യക്ക് ഇപ്പോൾ അതിനുള്ള ഒരു ശേഷി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടെ ശേഷി എല്ലാം തന്നെ പഴയ അല്ലെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന അത്തരം കാര്യങ്ങളാണ്. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചൈനയിൽ നിന്ന് കിട്ടുന്നതാകാം ഇവർക്കൊക്കെ ലഭിക്കുന്ന ഈ വലിയ സൈബർ അല്ലെങ്കിൽ ഡ്രോണുകൾ അല്ലെങ്കിൽ അതുപോലത്തെ വിമാനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നു. ജർമ്മനിയെ ലക്ഷ്യമാക്കി ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്റർനെറ്റിൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിശ്ചലമാക്കിയ സംഭവങ്ങൾ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് റഷ്യയുടേതാണെന്ന് അവർ തന്നെ ഒടുവിൽ പറഞ്ഞു. പക്ഷെ അത് ഒറിജിനൽ റഷ്യയാണ് നമുക്ക് അല്ലെങ്കിൽ നമുക്കത് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ജർമ്മനിക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണെന്ന്. ഇവിടുത്തെ ടെലികോമിന്റെ നെറ്റ് കംപ്ലീറ്റ് പൂർണ്ണമായും 24 മണിക്കൂറിൽ അതിൽ കൂടുതൽ ഭാഗികമായിട്ട് പോലും നിശ്ചലമായ ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഇതെല്ലാം തന്നെ ഏറ്റവും പുതിയ ടെക്നോളജി. അത് ഉപയോഗിക്കാൻ ചൈനക്കാരെ കവിഞ്ഞ് വേറെ ആരും ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനം പറയുമ്പോൾ ഒരു വശത്ത് അമേരിക്ക നിൽക്കുന്നു വൻ ശക്തിയായിട്ട്. അമേരിക്കയ്ക്ക് യൂറോപ്പിലെ രാജ്യം എന്ന നിലയിൽ ഉക്രൈന് സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നെങ്കിലും ഇപ്പോൾ ശരിയായ അല്ലെങ്കിൽ മതിയായ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു സഹായങ്ങൾ ലഭിക്കുന്നില്ല. അത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഇപ്പം ഇറാന് എതിരെ തിരിച്ചടിക്കാനായിട്ട് ട്രംപ് അതെപ്പോഴും സമ്മർദ്ദ തന്ത്രത്തിലൂടെ നടത്തി വരുന്ന ഒരു കാര്യമാണ് ട്രംപിന്റെ ഭാഗത്ത്. അത് ഇന്ന് രാവിലെ പറയുന്നതല്ല, ഉച്ചയ്ക്ക് പറയുന്നത്. അപ്പൊ മാറ്റി മാറ്റി പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വേണം എന്നുള്ള ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാണ് ഈ അമേരിക്കയുടെ നിൽപ്പ്. അപ്പൊ ഇറാൻ കഴിഞ്ഞ ദിവസം അല്ലെ ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ അതിൽ തന്നെ അമേരിക്കയെ ലക്ഷ്യമാക്കിയായിരുന്നു ചെയ്തതെങ്കിൽ അമേരിക്കയുടെ ഒരു ചെറിയ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പാരലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ആഗോള തലത്തിൽ ഒരു വലിയ പ്രശ്നമല്ല, യുദ്ധമായിട്ട് തന്നെ മാറും എന്ന് തന്നെ പറയാം. എന്നാൽ അത് എപ്പോൾ ആരിതിൽ കൂടുതലായിട്ട് ചേരും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പ്രവചിക്കാനാവില്ല. പ്രത്യേകിച്ച് നാറ്റോ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പോളണ്ടിനെതിരെ അല്ലെങ്കിൽ പോളണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടും നാറ്റോയുടെ ഭാഗത്തു നിന്നോ അല്ലെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അദ്ദേഹം പോലും ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല. ഇനി ജർമ്മനിയും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. പക്ഷേ ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ
കൂടിച്ചേർന്നിട്ടുള്ള എന്തോ ഒരു രഹസ്യം ഈ കഴിഞ്ഞ ദിവസം അവർ തമ്മിൽ ഉണ്ടാക്കിയെടുത്തെന്നുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. അതെന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇതൊരു ആഗോള തലത്തിലേക്ക് നീക്കാനുള്ള ഒരു സാഹചര്യം ഒരുമിച്ച് നിന്ന്, അതായത് റഷ്യയും ചൈനയും മാറ്റിയെടുത്താൽ അതിശയിക്കേണ്ടതുമില്ല. ഈ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി അമേരിക്കയുടെ ഊഴമാണ് എന്നും തിരിച്ചടികൾ തങ്ങൾ ശക്തമാക്കും എന്നുമുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് ഉണ്ടായ ട്രംപിന്റെ ഈ മുന്നറിയിപ്പോടെ US ഇറാൻ സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമെന്ന ആശങ്കയിലാണ് ലോകമിപ്പോൾ. ജോർദാനിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനയുണ്ടായത്. അതിപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. It's a little more of the same, but it's going to be straightening out. It's going to be straightening out. In the meantime, we're going to be hitting them very hard because it's our turn to hit them. They know it's coming. They're asking us not to do it, but they tried shooting it last night. So we had 5 rockets shot going 8,500 miles an hour, and all 5 rockets were knocked down to the ground. But they nevertheless took a shot, so it's our turn. And we'll see if we get there with an agreement at some point, but we're going to hit them very hard. ഇനി നമ്മുടെ ഊഴമാണ്, ഇറാനെ വളരെ ശക്തമായി ആക്രമിക്കും എന്ന ട്രംപിന്റെ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളല്ല, മറിച്ച് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന സൈനിക നീക്കങ്ങളുടെ സൂചനയായാണ് പലരും വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തിന് നേരെ സായുധയാക്രമണം ഉണ്ടായാൽ സ്വന്തം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആ പ്രതികരണം എത്രത്തോളം വ്യാപകം ആകും എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ഇറാന്റെ സൈനിക താവളങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ശക്തമാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം ആക്രമണം ഉണ്ടായാൽ അതൊരു പരിമിത പ്രതികരണമാകുമോ അതോ കൂടുതൽ വ്യാപകമായ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അമേരിക്ക ഇറാന്റെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഇതിനു മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും അത് എത്രത്തോളമാണ് എന്ന് തന്നെ കാണാൻ ലോകരാഷ്ട്രങ്ങൾ കാത്തിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള വിവിധ പ്രാദേശിക സായുധ വിഭാഗങ്ങളും ഈ സംഘർഷത്തിൽ സജീവമായാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേലിനെയും ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. മുൻപ് ഇറാൻ അമേരിക്കയുടെ വലിയ സൈനിക നടപടികൾ ഉണ്ടായാൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കാമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിനാൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക സജ്ജീകരണങ്ങളും കൂടുതൽ ശക്തമാക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ കടുത്ത മുന്നറിയിപ്പിനിടയിലും ട്രംപ് ഒരു വാചകം കൂടി പറഞ്ഞത് ഒരു കരാറിലെത്താൻ കഴിയുമോ എന്ന് നോക്കും എന്നായിരുന്നു. ഇത് സൈനിക സമ്മർദ്ദത്തിനൊപ്പം നയതന്ത്രത്തിനും വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല എന്ന സന്ദേശമായി ചില വിദഗ്ധർ കാണുന്നുണ്ട്. ഏതായാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇനി തങ്ങളുടെ ഊഴമാണ് എന്ന ട്രംപിന്റെ പ്രസ്താവന ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നതാണ്. എന്നാൽ രാഷ്ട്രീയ പ്രസ്താവനകളും യഥാർത്ഥ സൈനിക നടപടികളും ഒരുപോലെയല്ല. അമേരിക്ക എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് തിരഞ്ഞെടുക്കുക, ഇറാൻ എങ്ങനെ മറുപടി നൽകും, നയതന്ത്രത്തിന് ഇനിയും അവസരമുണ്ടാകുമോ എന്നതെല്ലാം വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സ്മാർട്ട് ഫോണിനെ ചുറ്റിപ്പറ്റി മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ബാങ്കിങ്, ഷോപ്പിംഗ്, ടിക്കറ്റ് ബുക്കിംഗ്, സർക്കാർ സേവനങ്ങൾ, വിദ്യാഭ്യാസം, ചികിത്സ, ജോലി എല്ലാം ഏതാനും ടച്ചുകൾക്കുള്ളിൽ ലഭ്യമാണ്. എന്നാൽ ഈ സൗകര്യങ്ങൾക്കൊപ്പം സൈബർ കുറ്റവാളികൾക്കും പുതിയ അവസരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോൺ ആപ്പുകളും വ്യാജ മൊബൈൽ ആപ്പുകളും ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ രാജ്യത്തുടനീളം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. സാമ്പത്തിക നഷ്ടം മാത്രമല്ല, വ്യക്തികളുടെ സ്വകാര്യതയും മാനസിക സമാധാനവും കുടുംബജീവിതവും വരെ ഇത്തരം തട്ടിപ്പുകൾ തകർക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിനടുത്താണ് അത്തരത്തിൽ ഒരു ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് ശ്രീകാര്യം കേന്ദ്രീകരിച്ച് വിദേശികളെ ലക്ഷ്യമിട്ട് കോടികളുടെ വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് നടത്തിയ അന്താരാഷ്ട്ര കോൾ സെന്റർ സംഘത്തെ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിനിടെ പിടികൂടുകയുണ്ടായി. 13 ഉത്തരേന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യുകയും 41 കമ്പ്യൂട്ടറുകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. ലഹരിക്കടത്ത് അന്വേഷിച്ചെത്തിയ ഡാൻസ് ആപ്പ് സംഘം യാദൃച്ഛികമായി ഈ വൻ സൈബർ തട്ടിപ്പ് ശൃംഖല കണ്ടെത്തുകയായിരുന്നു. IT കമ്പനി എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന സംഘം അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ആളുകളെ കുറഞ്ഞ പലിശയിൽ ഡോളർ വായ്പ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പ്രോസസ്സിംഗ് ഫീസ് എന്ന പേരിൽ മുൻകൂർ പണം തട്ടുകയായിരുന്നു.
പണം ലഭിച്ച ശേഷം ഫോൺ നമ്പറുകളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രധാന പ്രതികളിൽ ഒരാളായ കപിൽ ഠാക്കൂറിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് വ്യാജ ലോൺ ആപ്പുകളെ കുറിച്ച് കേരള പോലീസ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അംഗീകൃത ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നും മുൻകൂർ പണം ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങളെ വിശ്വസിക്കരുത് എന്നും OTP, ബാങ്ക് വിവരങ്ങൾ, ആധാർ, പാൻ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ അപരിചിതരുമായി പങ്കിടരുത് എന്നും സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 ഹെൽപ്പ് ലൈൻ നമ്പറിലോ ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണമെന്നും പോലീസ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് ഇത്തരം വാഗ്ദാനങ്ങളിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. പലരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആവശ്യപ്പെട്ട അനുമതികൾ എല്ലാം നൽകും. എന്നാൽ അതോടെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പല വ്യാജ ലോൺ ആപ്പുകളും മൊബൈലിലെ കോണ്ടാക്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോ, SMS-കൾ, കോൾ ലോഗുകൾ തുടങ്ങിയവയിലേക്ക് പ്രവേശന അനുമതി ആവശ്യപ്പെടും. ഉപഭോക്താവ് അറിയാതെ തന്നെ ഈ വിവരങ്ങൾ തട്ടിപ്പുകാരുടെ കയ്യിലെത്തും. പണം ലഭിച്ചാലും പലപ്പോഴും അവർ ആവശ്യപ്പെട്ട മുഴുവൻ തുകയാകില്ല. വിവിധ പേരുകളിൽ സർവീസ് ചാർജ്, പ്രോസസ്സിംഗ് ഫീസ്, ഇൻഷുറൻസ് ഫീസ് തുടങ്ങിയവ കുറച്ച ശേഷമാണ് അവർ പണം നൽകുക. എന്നാൽ തിരിച്ചടയ്ക്കേണ്ടത് മുഴുവൻ തുകയും അമിത പലിശയും ചേർന്ന തുകയാണ് എന്ന് ചുരുക്കം. പണം തിരിച്ചടയ്ക്കാൻ കാലതാമസം വന്നാൽ യഥാർത്ഥ മുഖം അവരുടെ പുറത്തു വരികയും ചെയ്യും. കോണ്ടാക്റ്റിലുള്ള ആളുകളെ വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യും. അപമാനകരമായ ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ജോലി സ്ഥലത്തെയും വരെ ബന്ധപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ കേരളത്തിലും പുറത്തും നിരവധി ആത്മഹത്യകളാണ് ഇവർ മൂലം ഉണ്ടായിട്ടുള്ളത്. ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല, സ്വകാര്യതയെ ലക്ഷ്യമിടുന്ന ഗുരുതരമായ സൈബർ കുറ്റകൃത്യമാണ് ഇത്. ഇന്ന് വ്യാജ ആപ്പുകൾ പല രൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. കുരിയർ ട്രാക്കിംഗ് ആപ്പ്, വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള ആപ്പ്, ബാങ്കിന്റെ പുതിയ ആപ്പ്, റിവാർഡ് ലഭിക്കാനുള്ള ആപ്പ്, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള ആപ്പ്, ടാക്സ് റീഫണ്ട് ആപ്പ് എന്നിവയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. എന്നാൽ ഇവയിൽ പലതും ആപ്പുകൾ അല്ല. ചിലത് ഫയലായാണ് വാട്സപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ ലഭിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്താൽ മൊബൈലിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയോ ബാങ്കിംഗ് വിവരങ്ങൾ പിടിച്ചെടുക്കുകയോ ചെയ്യാൻ കഴിയുന്ന മാൽവെയർ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ചില ആപ്പുകൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ചിലത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തും. ചിലത് നിങ്ങൾക്ക് വരുന്ന OTP വരെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നവയാണ്. എല്ലാ ഡിജിറ്റൽ ലോൺ ആപ്പുകളും തട്ടിപ്പല്ല. എന്നാൽ അംഗീകൃത സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. അറിയാത്ത ലിങ്കുകളിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് എന്നും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പരിശോധിക്കുക. കരാറിലെ പലിശ, ഫീസ്, തിരിച്ചടവ് നിബന്ധനകൾ എന്നിവ മുഴുവൻ വായിക്കുക. ആവശ്യത്തിനും അപ്പുറം അനുമതികൾ നൽകാതിരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് എളുപ്പവഴി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തണം. സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. മൊബൈലിലെ ആപ്പുകളുടെ അനുമതികൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്പുകളും എപ്പോഴും പുതുക്കി ഉപയോഗിക്കുക. ബാങ്ക് ഇടപാടുകൾക്കായി ഔദ്യോഗിക ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ഇത്യാദി കാര്യങ്ങളാണ് ലോൺ എടുക്കുന്നവർ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത്. തട്ടിപ്പിന് ഇരയാവുകയോ പണം നഷ്ടപ്പെടുകയോ ചെയ്താൽ സമയം കളയാതെ ഉടൻ ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സേവനങ്ങൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുകയും പാസ്വേഡുകൾ മാറ്റുകയും ദേശീയ സൈബർ തട്ടിപ്പ് ഹെൽപ്പ് ലൈൻ 1930 ഉടൻ വിളിച്ച് കുറ്റകൃത്യ റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി നൽകിക്കൊണ്ട് പണം വീണ്ടെടുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് അടിയന്തരമായ കാര്യമാണ്. വേഗത്തിൽ പരാതി നൽകിയാൽ അത്രയും പെട്ടെന്ന് പണം വീണ്ടെടുക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഇന്ന് സൈബർ കുറ്റവാളികൾ ആയുധങ്ങളുമായി അല്ല എത്തുന്നത്. അവരെത്തുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെയാണ്. ഒരു ചെറിയ അശ്രദ്ധ, ഒരു തെറ്റായ ക്ലിക്ക്, ഒരു വ്യാജ ആപ്പ് അല്ലെങ്കിൽ ഒരു ലോൺ വാഗ്ദാനം, ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിപ്പോയാൽ വർഷങ്ങളായി സമ്പാദിച്ച സമ്പത്ത് നിമിഷങ്ങൾക്കകം നഷ്ടപ്പെടുത്താൻ കാരണമാകും. സാങ്കേതിക വിദ്യയെ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ ബോധവൽക്കരണത്തോടെ ഉപയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.